തങ്കച്ചൻ പി ജി, അതായത് റിഗുൽ ദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ റിഗുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ പറ്റി. കുറച്ച് കാര്യങ്ങൾ റിയാക്ട് ചെയ്തപ്പം ഇന്ന് കുറച്ചധികം നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിനെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ വന്നു. രേണുവിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ആക്ച്വലി ഈ രേണു നശിച്ചു പോകണമെന്നോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കണമെന്നോ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ രേണുവിനെതിരെ സംസാരിപ്പിക്കുന്നതും രേണുവിൻ്റെ പ്രവൃത്തിയാണ്. എന്നെക്കൊണ്ടത് സംസാരിപ്പിച്ചത് രേണുവിൻ്റെ ഓരോ പ്രവൃത്തിയുമാണ് എഗെയിൻസ്റ്റ് കിച്ചു. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പം രേണുവിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും രേണു ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാനേ പറ്റില്ല. ഓക്കെ, കിച്ചു എന്ന് പറഞ്ഞ കുട്ടിക്ക് അപ്പനില്ല, അമ്മയുമില്ല. രേണു രണ്ടാനമ്മയാണ്. പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് അവർ നിന്നിട്ടില്ല. ഇപ്പോൾ അവർക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാലറിയാം അവർ പണ്ടൊട്ടും നിന്നിട്ടുണ്ടാവില്ല എന്ന്. പിന്നെ അവരെ വിറ്റാരും ജീവിക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നുമില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാകാനല്ല രേണുവിനെ പറ്റി പറഞ്ഞത്. ഇതിപ്പം കിച്ചുവിനെതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് 10 പേർക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്, അത് ജീവിച്ച് പൊക്കോട്ടെ. ഈ രേണുവിനെ പോലെ തന്നെ കിച്ചുവിനും ജീവിക്കാൻ അവകാശമുണ്ട്, അത് ജീവിച്ച് പൊക്കോട്ടെ. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ടോർച്ചർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ സ്വന്തം അമ്മ പബ്ലിക്കലി വന്ന് ക്യാമറയുടെ മുമ്പിലിരുന്ന് തുണി ഉരിഞ്ഞാൽ ഒരു മക്കൾ സഹിക്കില്ല. അതിപ്പോൾ സ്വന്തം മക്കളായാലും വളർത്തു മക്കളായാലും വെട്ടിക്കൊന്നു കളയും എൻ്റെ മക്കളാണെങ്കിൽ. മനസ്സിലായോ? അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ ഇതും. അവൻ ചെയ്ത റിയാക്ഷനൊക്കെ വിമർശിക്കുന്നവരോടാണ്. പിന്നെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഓരോ പ്രാവശ്യവും നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ലൈംലൈറ്റ് കയറി ഹൈലൈറ്റായി നിൽക്കുന്നത് ആരാ? കിച്ചുവല്ല, ഞങ്ങളാരുമല്ല. ഇതെല്ലാം ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ്. അവർക്ക് പേടിയുണ്ട്. അവരുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അവരിതിൽ നിന്നൊക്കെ ഔട്ടാവുമോ, അവർ ഫേമസ് അല്ലാതെ ആയി, അവരെ ആരും വിളിക്കാതെ വരുമോ എന്നുള്ള പേടി. ആക്ച്വലി ആ സംഭവം ഉണ്ട് അവർക്ക്. അതിനവരിങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് കയറി ഹൈപ്പിൽ നിൽക്കുകയാണ്. നെഗറ്റീവ് ആയാലും വേണ്ടില്ല, ഞാൻ ആയിരിക്കണം ചർച്ചാ വിഷയം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. ചിന്തിച്ച് നോക്ക്. അവർക്ക് ക്യാൻസർ വരണമെന്നോ അവർ മരിച്ചു പോകണമെന്നോ ഇവിടെ ആരും ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും, പക്ഷെ നമ്മളാരും എനിക്ക് തോന്നുന്നില്ല. ഞാനില്ല. എല്ലാവർക്കും നല്ലത് വരണേന്നേ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ അവരുടെ രണ്ടാമത്തെ കുട്ടി ഇന്നൊരു വീഡിയോ അവരിട്ടു. അവർക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അവർ ലീഗലി എഴുതി വെക്കുക, നോട്ടീസ് എഴുതി വെക്കട്ടെ. അവർക്ക് അങ്ങനെ വല്ല വിചാരം ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം, അവർക്ക് അവരുടെ ഫാമിലി പറയാലോ. അവരുടെ അപ്പൻ, അമ്മ, ചേച്ചി, ചേട്ടനൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് പറയാം. ഈ പറഞ്ഞ കിച്ചുവിന് റെക്കോർഡിക്കലി രജിസ്റ്റേർഡ് പോസ്റ്റ് മുദ്രപത്രത്തിൽ എഴുതിയിട്ട് അയക്കാം. നീ അവകാശിയല്ല എൻ്റെ മോനെ, ഇനി ആൾക്കാരൊക്കെ അവകാശം എഴുതി വെക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ? അതിന് പകരം ഈ വന്നിരുന്നുകൊണ്ട് ഈ ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ കൊണകൊണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്? അത് ഭയങ്കര മോശമല്ലേ? അവർ തന്നെ ഇതെല്ലാം വരുത്തി വെക്കുന്നേ. അതാ കൊച്ചിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ലേ. എൻ്റെ മകനെ നോക്കാൻ ഇവർക്ക് അത് ശരി, ഇവർ പറയുന്ന അങ്ങനെയാണ്. ഇവർക്കതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ. അതിവർക്ക് അല്ലാതെ ചെയ്തുകൂടായിരുന്നോ? എന്തിനാ വന്ന് ഈ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് അന്ന് കിച്ചു എന്നെ കാണാൻ വന്നില്ലേ എന്ന് കറിയ പോലെ ഇതും കറിയത്? അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ?